വലിയൊരാളുടെ കൂടെ ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. That was Srirekha from Wayanad. Srirekha, welcome to the show. പറയൂ ശ്രീരേഖ, എന്താണ് താങ്കൾ ഇന്ന് തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ വിഷയം? ചരിത്രം തിരികെ നിശ്ചയം. രാഷ്ട്രകൂട വംശത്തിന്റെ ശ്രീരേഖ, ഓൾ ദി ബെസ്റ്റ്. ശ്രീരേഖ വിചാരിച്ച പേര് അപ്രൂവ് സർ? അപ്രൂവ്. വയനാട്ടിൽ എവിടെയാണ് വീട്? വയനാട് ജില്ലയിലെ അമ്പലവയലിനടുത്തുള്ള തോമാട്ടുചാൽ എന്ന സ്ഥലത്താണ് വീട്. തുടങ്ങാം. ഏഷ്യൻ? നോ. യൂറോപ്യൻ? യെസ്. യെസ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി? നോ. സ്വീഡൻ? സാധാരണഗതിയിലാണോ മരിച്ചത്? നോർമൽ ഡെത്ത്. യെസ്. ഗയാന, ടൈമർ? യെസ്. ആണ്. ഗയാനയാണ്. യെസ്. ഗയാനയുടെ മുൻ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. യെസ്. 2010 ശേഷമാണ് മരിച്ചത്. നോ. അല്ല. പേരിന്റെ ഏതെങ്കിലും ഭാഗം ജി എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഭാഗം ജിയിൽ ആരംഭിക്കുന്നു? കണ്ണൂർ, കാസർഗോഡ്? ആണ്. രാഷ്ട്രീയത്തിന് അതീതമായി മറ്റേതെങ്കിലും മേഖലകളിലും അദ്ദേഹം പ്രശസ്തരായിരുന്നു? ആയിരുന്നു. ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അദ്ദേഹം മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞോ? അതെ. കഴിഞ്ഞോ? അതെ. 4 ദിവസം കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. 4 ദിവസം കഴിഞ്ഞു ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ. മരിച്ചിട്ട് കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞോ? കഴിഞ്ഞു. ജസ്റ്റിസ് വി ആർ കൃഷ്ണയരല്ല. കഴിഞ്ഞില്ല 4 ദിവസം. ഇന്ന് 4ാമത്തെ ദിവസമല്ലേ? ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്ത ഒരാളായിരുന്നു ഡോക്ടർ ചണ്ഡി. പക്ഷെ അത് ജഗനാണ്. ബാഡ് ലക്ക്. വരൂ നിമ്മി. ഇത് ഞങ്ങളുടെ ഹൃദയനിർഭരമായ ശുഭഹാരം. ഇത് മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷ്. വയനാട്ടിലെ എല്ലാവരെയും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം കേട്ടോ. തൃശ്ശിലേരിക്കാവുകളും തിരുനെല്ലിക്കാടുകളുമുള്ള വയനാട്ടിലെ എല്ലാ പ്രേക്ഷകരും ഇതുപോലെ SMS അയക്കുക. നിങ്ങളോടുള്ള ഈ ദിവസത്തെ എൻ്റെ 2ാമത്തെ സൂചന ഇതാണ്. തോമസ് ബ്രോലി. സർഗാസോ. ശരിയായ ഉത്തരം. മിർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപ സമ്മാനം നിങ്ങൾക്ക് സ്വന്തം. ഇനിയൊരു ചിത്രം കാണാം. ഏതാണ് ഏറ്റവും വലിയ ഈ മോണോലിത്തിക്കൽ സ്റ്റാച്യു? ഗോമടേശ്വര പ്രതിമ. ശരിയായ ഉത്തരം. മിർ റിയൽറ്റേഴ്സിന്റെ 10000 രൂപ നിങ്ങൾക്ക് സമ്മാനം. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ബിജുലാൽ. ബിന്ദുലാൽ വളരെ വേഗത്തിൽ യാഗം പൂർത്തിയാക്കി. പ്രേക്ഷകരോടുള്ള ഈ സ്ഥലം കണ്ടെത്താനുള്ള എൻ്റെ അവസാനത്തെ സൂചന ഇതാണ്. സ്റ്റോക്ക്ഹോം. അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുകളിൽ ആദ്യത്തെ നാടൻ പാട്ടാണ്. നാടൻ പാട്ട് കളക്ഷനിൽ ആദ്യത്തെ നാടൻ പാട്ടിൻ്റെ വരികളായിരുന്നു. ശരി, തുടങ്ങാം. ഇന്ത്യൻ അല്ല. പുരുഷൻ? യെസ് സർ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. രാഷ്ട്രീയം, കലാസാഹിത്യം? അല്ല. രാഷ്ട്രീയം, കലാസാഹിത്യം ആയിട്ട് ബന്ധമുണ്ട്. ഉണ്ട്. ആ ചോദ്യം അല്ല എന്ന് പറഞ്ഞ് പറ്റില്ല. ശരിയില്ല. രാഷ്ട്രീയം, കലാസാഹിത്യം ആണ്. ആണ്. ഓക്കെ. യെസ്. 4ാമത്തെ ലൈഫ് ലൈൻ ആയിരുന്നു. ഓക്കെ. രാഷ്ട്രീയം? അല്ല സർ. കല? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? ചിത്രകല, ശില്പകല, കാർട്ടൂൺ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതേ എന്നാണ് പറഞ്ഞത്.
അതെ. പക്ഷെ ചിത്രകാരനല്ല, ശില്പിയല്ല എന്ന് പറഞ്ഞു താങ്കൾ. അതെ. Let me go for a wide guess. താങ്കൾ വിചാരിച്ചത് ലോകകപ്പിന്റെ പന്ത് ഡിസൈൻ ചെയ്ത ലിയാനാർഡോ വസനഗിയാണോ? അല്ല സർ. അല്ല. മീൻസ് ശില്പം ഡിസൈൻ ചെയ്ത വസനഗിയല്ല. അല്ല. കേവലമായ ഒരു ക്വിസ് പ്രോഗ്രാമിൻ്റെ സാമാന്യ ബോധത്തിനപ്പുറത്ത് ഇത്തരം സങ്കീർണവും ജൈവപരവുമായ ചർച്ചകളിലൂടെ സമൂഹത്തിന് അറിവിൻ്റെ പുതിയ ഉത്ബോധനങ്ങൾ സമ്മാനിക്കുക കൂടിയാണ് അശ്വമേധം എന്ന ഈ കലാപരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. തിയോ വാൻഗോഗിനെ പോലെയുള്ളവരെ കുറിച്ചുള്ള ഇത്തരം ചർച്ചകൾ ഭാവിയിലും സജീവമായി കലാസ്വാദകരുടെ മനസ്സിൽ ഇടം പിടിക്കുകയും ചർച്ചകൾക്ക് വിധേയമാവുകയും ചെയ്യട്ടെ. ആയിരത്തി 1980 ശേഷം? അല്ല. 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 ഈ സംഭവത്തിൽ 4-ൽ കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതെ, നഷ്ടപ്പെട്ടു. 4-ൽ കൂടുതൽ? യെസ്. ഈ പർട്ടിക്കുലർ സംഭവത്തിൽ 4-ൽ കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതോടനുബന്ധിതമായ സംഭവത്തിലല്ല ഞാൻ ചോദിച്ചത്. അല്ല, ഈ പർട്ടിക്കുലർ സംഭവത്തിൽ 4-ൽ കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. യെസ്. 100% ശരിയാണ്. 1000 രൂപയുടെ മിർ റിയൽറ്റേഴ്സിന്റെ സമ്മാനം സ്വന്തം. യു ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ബൗൾ. സോളാർ സിസ്റ്റം, സൗരയൂഥം താഴ്ത്തിയിട്ടുള്ളൂ. സൗരയൂഥത്തിലെ 5ാമത്തെ ഗ്രഹം ഏതാണ്? വ്യാഴം, ശനി? വ്യാഴം. ശരിയായ ഉത്തരമാണ്. 2500 രൂപയുടെ സമ്മാനം മിർ റിയൽറ്റേഴ്സിൽ നിന്നും. 3ാമത്തെ ബൗളിൽ എല്ലാ പ്രേക്ഷകരുടെയും മുന്നിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഈ രാത്രി ശുഭയാത്ര ചോദിച്ചേ പറ്റൂ. ശുഭരാത്രി ഫ്രം GS.